ഇദാ സല്ലത്തിൽ മർഅതു ഹംസഹാ, ഒരു സ്ത്രീ 5 നേരം നമസ്കരിക്കുന്നു. വസാമത്ത് ശഹ്റഹാ, വിശുദ്ധ റമളാനിൽ അവൾ നോമ്പെടുക്കുന്നു. വഹഫിളത് ഫർജഹാ, അവളുടെ ചാരിത്രത്തെ അവൾ വളരെയേറെ കാത്തു സൂക്ഷിക്കുന്നു. വതാഅത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഖീല ലഹാ, അവളോട് നാളെ പരലോകത്ത് പറയപ്പെടും, ഉദ്ഖുലിയൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കയറിക്കോ. മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, ഏത് കവാടത്തിലൂടെയാണോ കയറാൻ മോഹമെങ്കിൽ അതിലൂടെ കയറിക്കോളൂ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് വരവേൽപ്പിക്കപ്പെടുന്ന സ്ത്രീകളുണ്ടെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ അത് പാലിച്ച് ജീവിച്ച ഒരു മാതൃകാ വ്യക്തിത്വമായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഇന്ന് പലരും മക്കളുണ്ടെങ്കിൽ ഭർത്താവിനെ ശ്രദ്ധിക്കുകയില്ല, ആരെങ്കിലും ഒരു കൂട്ടരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വേറൊരു ഭാഗം ശ്രദ്ധിക്കുകയില്ല. ഇനി അതൊക്കെ ശ്രദ്ധയുണ്ടെങ്കിൽ ആരാധനകളിൽ ശ്രദ്ധയുണ്ടാവുകയില്ല, നിസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാവുകയില്ല, ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യമുണ്ടാവുകയില്ല. ഉമ്മു സലമ ബീവി ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും മാതൃകയാകുന്നത് അവിടെയാണ്. അവർ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്നു. അതേ 4 യതീം കുട്ടികളെയും കൊണ്ട് പുതിയ ഭർത്താവിന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോഴും ആരാധനകളിൽ വളരെ സജീവമായിരുന്നു. നിസ്കാരത്തിന്റെയും സുന്നത്ത് നിസ്കാരങ്ങളുടെയും ദാനധർമ്മങ്ങളുടെയും അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന് സമയം കണ്ടെത്തുന്നതിലൂടെയും കേവല പാരായണം മാത്രമല്ല ചിന്തയോടെയാണ് പാരായണം ചെയ്തത്. അതുകൊണ്ടാ റസൂലുള്ളാഹിയോട് ചോദിച്ചത്, നബിയെ, ആണുങ്ങളെപ്പറ്റി കൂലിയൊക്കെ കുറെ ഖുർആനിലുണ്ട്, ഞങ്ങളെപ്പറ്റി വല്ലാതെ പറഞ്ഞു കാണുന്നില്ലല്ലോ എന്ന്. ചിന്തയോടെ ഖുർആൻ പാരായണം ഉണ്ടായിരുന്നു, പഠനമുണ്ടായിരുന്നു, ഫത്വകൾ നൽകിയിരുന്നു, വിഷയങ്ങളിൽ വലിയ അവഗാഹം നേടിയിരുന്നു. എന്നാൽ തന്നെ ഭർത്താവായ അള്ളാന്റെ റസൂലിനോട് കാണിക്കേണ്ട കടമകളിൽ ഒരു കുറവും വരുത്തിയില്ല. അതും സന്തോഷത്തോടെ നിറവേറ്റി. തന്റെ 4 മക്കളെ വളരെ തർബിയത്ത് നൽകി പോറ്റി വളർത്തി. ഒന്നിലും ഒരു കുറവും വരുത്തിയില്ല. അക്ഷരാർത്ഥത്തിൽ അവരാണ് ലോകത്തിന് മാതൃകയായ മഹദിയായ ബീവിയാണവർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.